ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പിൻ്റെ കായാണ് കേട്ടോ. ഏകദേശം നല്ലോണം പഴുത്തതുകൊണ്ട് പച്ചയുണ്ട് കേട്ടോ. പഴുത്തതിന് ഏകദേശം ഉണ്ടല്ലോ ഒരു നല്ല ബ്രൗൺ കളറാവും. എന്നിട്ട് നല്ലോണം പഴുത്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു നീല കളറാവും കേട്ടോ. പിന്നെ ഇച്ചിരി സവാള നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാം. അത് നെല്ലിക്കയാണ് കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം പുളിജാമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ്. ശർക്കരയും പുളിയും കൂടി നമ്മൾ നല്ലോണം ഉരുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഉണ്ടോ? എല്ലാവർക്കും വായിക്കോടെ വെള്ളം വരും ശരിക്കും കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ നമ്മുടെ ചൈനക്കാരൊക്കെ കഴിക്കത്തില്ലേ, എന്താണെന്നറിയോ, ഇതുപോലെയൊക്കെ ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇതല്ലാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എന്തൊക്കെയോ അവരിങ്ങനെ ഇട്ട് മുക്കിക്കോരി തിന്നണം. അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് നമ്മുടെ ഫുഡ് കോർണറിലെ കിളികളൊക്കെ വന്നിരുന്നിട്ട് കഴിക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം എന്ന് അത്യാഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ കുറേ കൊല പറിച്ചെടുത്തു. കുറച്ച് ഞാൻ കഴിച്ചു കേട്ടോ. എന്തായാലും കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് വരണമെന്ന് വെച്ചാൽ സാധാരണ കറിവേപ്പില കഴിക്കൂലേ, അതുപോലെ തന്നെ കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ഇതിൻ്റെ പഴുത്തതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു പൾപ്പ് പോലെയുണ്ട്. സാധാരണ ഒരു കറിവേപ്പിൻ്റെ കായ എല്ലാവർക്കും അറിയാമല്ലോ. പഴുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയുടെ അതേ ടേസ്റ്റും മണവും തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതെല്ലാം കൂടെ കൂടി ഒന്ന് എന്താണെന്ന് എനിക്കറിയില്ല. കഴിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളിങ്ങനെയൊക്കെ കഴിച്ച് ശീലമാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചെടുത്താണ് കേട്ടോ. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. അതിൻ്റെ കുരുവാണ്. കറിവേപ്പിൻ്റെ ഇലയുടെ അതേ ടേസ്റ്റ് ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് നെല്ലിക്കയാണ്. ആ ശർക്കരയുടെയും പിന്നെ പുളിയുടെയും കൂടെ കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരവും ഒരു പുളിയും. ആദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല, എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ച് ശീലമാവുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് പുളിജാമാവുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെടും. സവാള എരിവില്ല, പക്ഷെ അതും ഇതിൻ്റെ കൂടെ നമുക്ക് കുഴപ്പമില്ല. കൊളസ്ട്രോളിനൊക്കെ ഇത് മൊത്തം നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് മൊത്തം ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വെറൈറ്റി തീറ്റയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും